ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഉള്ളിത്തണ്ടും മുട്ടയും കൊണ്ട് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. ഇനി ചെയ്യേണ്ടത് ഉള്ളിത്തണ്ട് ഒന്ന് നന്നായി വൃത്തിയായി കഴുകിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളി മാത്രം ഒന്ന് സെപ്പറേറ്റ് അരിഞ്ഞ് വയ്ക്കുക, തണ്ടൊന്ന് സെപ്പറേറ്റ് അരിഞ്ഞ് വയ്ക്കുക. കാരണം ഈ ഉള്ളി നമ്മൾ സെപ്പറേറ്റ് അരിഞ്ഞ് വയ്ക്കുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് വേറെ ഉള്ളിയുടെ ആവശ്യം വരുന്നില്ല. അതിനുശേഷം കറി വയ്ക്കാനുള്ള പാത്രം അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് നെയ്യാണ്. അപ്പോൾ ഇപ്പോൾ നെയ്യ് തന്നെ വേണമെന്നില്ല, നെയ്യിലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. നമുക്ക് ഓയിലാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച ആ ഉള്ളിത്തണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഉള്ളിയാണിത്. അതിൻ്റെ കൂടെ ഒരു 5-6 പച്ചമുളകും ഇതുപോലെയൊക്കെ അരിഞ്ഞിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ മുളക് പൊടി അധികം എരിവ് വേണ്ട, പച്ചമുളക് ഓൾറെഡി കുറച്ച് എരിവുള്ളത് തന്നെയാണ്. ഇനി ഇത് ഒന്ന് ചൂടാക്കിയെടുക്കാം. എല്ലാം നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി, അത് ഇതുപോലെ ചെറുതായിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് അത് ഇതായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊക്കെ ഒന്ന് ഉടച്ചിട്ട് വേണം, അതങ്ങനെ കഷ്ണങ്ങളായിട്ട് തന്നെ ഇരിക്കരുത്. അപ്പോൾ മസാലയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ 2 or 3 നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുട്ട എടുക്കാം. അപ്പോൾ 2 മുട്ട ഞാൻ അതിലേക്ക് തന്നെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പരുവാകുന്നത് വരെ നമ്മളിത് നിർത്താണ്ട് തന്നെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിത്തണ്ട് ഇട്ട് കൊടുക്കാം. ഉള്ളിത്തണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ സിമ്മിൽ വെച്ചിട്ട് വേണം ഇനി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ തീ കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യമേ ഉപ്പ് ഇടാം, പക്ഷേ ഞാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കണം. തീ സിമ്മിലിട്ടിട്ട് തന്നെ ചെയ്യണേ. ഒരു 2-3 മിനിറ്റ് നേരം ഞാനിത് മൂടി വെച്ചിരുന്നു. അപ്പോൾ ഇതിലുള്ള തക്കാളിയുടെയും നമ്മുടെ ഉള്ളിത്തണ്ടിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ചെയ്യേണ്ടത് കുറച്ച് തേങ്ങ അരച്ചൊഴിക്കണം. തേങ്ങ അരയ്ക്കുമ്പോൾ നമ്മൾ ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുക്കുക. അതുപോലെ ഒരു 2-3-4 അല്ലി ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ തേങ്ങ അരച്ചിരിക്കുന്നത്. തേങ്ങ കുറച്ച് നന്നായിട്ടൊന്ന് അരയ്ക്കണം. അപ്പോൾ അധികം വെള്ളം ഒഴിക്കുകയും വേണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിലിത്തിരി എരിവിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് 1 സ്പൂണും കൂടി ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എരിവിന് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് സ്പൂണ് വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ടതുകൊണ്ട് ഇതൊന്ന് മുളക് പൊടി കട്ട കുത്തിപ്പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നു. ഇതായിരിക്കണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ പാകം. കാരണം കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചോറിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാലും ഈ പരുവാക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിച്ചിടണം. കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഞാൻ പറഞ്ഞ പോലെ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം.